അവരെന്നെ എന്ത് വേണമെങ്കിലും ജഡ്ജ് ചെയ്തോട്ടെ, എൻ്റെ ഭാഷയെ ജഡ്ജ് ചെയ്തോട്ടെ, എൻ്റെ ഇംഗ്ലീഷിനെ ജഡ്ജ് ചെയ്തോട്ടെ, എൻ്റെ വാട്ടെവർ. അതിനേക്കാളും ലൈക്ക് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നു. സിനിമേന്റെ പുറത്തുള്ള സ്പേസസ് ഉണ്ടല്ലോ നമ്മൾ ബേസിൽ കാണുന്നത്, ഇപ്പൊ സ്റ്റേജസിൽ വന്ന് സംസാരിക്കുന്നതാണെങ്കിലും, അപ്പൊ അത് കേരള ഓഡിയൻസിന് മുമ്പിൽ എത്തുമ്പോൾ ബേസിൽ സംസാരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ബേസിൽ എനിക്ക് തോന്നുന്ന ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ തമിഴില് അല്ലെങ്കിൽ ലൈക്ക് അത്തരം അവാർഡ്സിന്റെ സ്റ്റേജിൽ പോയിട്ട് ഇപ്പൊ ഈ അടുത്ത ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയുടെ അവിടെ പോയിട്ട് ബേസിൽ എല്ലായിടത്തും പോയിട്ട് രസമായിട്ട് സംസാരിക്കുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ കയ്യിലെടുക്കുന്നുണ്ട്. അപ്പം ചിലർ പറയുന്ന എന്താ പറയാ, ബീയിങ് യുവർ സെൽഫ് അത്രമാത്രമാണ് ചെയ്യണേന്ന് പറയും. അത്രമാത്രമാണോ അതോ ലൈക്ക് ബേസിക്കലി ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസിനെ കാണുന്ന സമയത്ത് എങ്ങനെയാ അതുപോലെ തന്നെ ഇരിക്കാൻ പറ്റുന്നത്? ലൈക്ക് ഇവിടെ ഉള്ള പോലെ തന്നെ അവിടെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യാനൊക്കെ പേടിയുണ്ടായിരുന്നു പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ പക്ഷെ എന്താന്ന് വെച്ചാ അവിടേക്ക് ചെല്ലുമ്പോ ലൈക്ക് ഇപ്പൊ അങ്ങനെ പേടിയില്ല. കാരണം നമുക്ക് അങ്ങനെ ആ ബാരിയർ പോയി. അപ്പൊ അത് കാരണം നമുക്ക് നമ്മളായിട്ട് തന്നെ സംസാരിക്കുന്നു. അവരെന്നെ എന്ത് വേണമെങ്കിലും ജഡ്ജ് ചെയ്തോട്ടെ, എൻ്റെ ഭാഷയെ ജഡ്ജ് ചെയ്തോട്ടെ, എൻ്റെ ഇംഗ്ലീഷിനെ ജഡ്ജ് ചെയ്തോട്ടെ, എൻ്റെ വാട്ടെവർ. അതിനേക്കാളും ലൈക്ക് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നു ഇപ്പോ ലൈക്ക് സംസാരിക്കുമ്പോഴൊക്കെ. മുമ്പ് ആ ലാംഗ്വേജിലൊക്കെ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് പേടിക്കുമായിരുന്നു. ഇവര് അത് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യോ എന്നൊക്കെ പറയണ പോലത്തെ. ഇപ്പൊ അതൊന്നുമില്ല. ഞാൻ സംസാരിക്കണ പോലെ സംസാരിക്കും, എനിക്ക് പറ്റുന്ന ഭാഷയിൽ സംസാരിക്കും. നിങ്ങൾ അത് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്യണ സിനിമ കണ്ടിട്ട് എന്നെ ജഡ്ജ് ചെയ്താൽ മതി. അത് വെച്ചിട്ട് അതിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ലൈക്ക് ബീയിങ് യുവർ സെൽഫ്. പ്രൗഡ് ഓഫ് യു മൈ ബോയ്.